നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിൽ ഇവർ സമരം തുടങ്ങിയതുകൊണ്ട് മാത്രമല്ല, അതിപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ SUC സമരം നടത്തിയതുകൊണ്ടോ INTUC സമരം നടത്തിയതുകൊണ്ടോ BMSO BJPയോ സമരം നടത്തിയതുകൊണ്ടല്ല. കേരളത്തിലെ ഒരു മനുഷ്യന് സാമാന്യം ജീവിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 700 രൂപയിൽ 500 രൂപയെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി ഈ സർക്കാർ കാണിക്കണമെന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാർ വിരുദ്ധ സമരമായി മാറാനുള്ള അവസ്ഥ ഈ പറയുന്ന സർക്കാർ ഉണ്ടാക്കാനേ പാടില്ല. അവരെന്താണ് ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം എന്താണ്, ഇത് മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധ പ്രസ്ഥാനങ്ങളെല്ലാവരും കൂടി നടത്തുന്ന സമരമാണ്. ഉണ്ണിസാർ നേരത്തെ പറഞ്ഞു, എന്തിനാണ് ഇത് ഇടതുപക്ഷ വിരുദ്ധ പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളെയും ഈ സർക്കാരിനെതിരെ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ 100 കോടി രൂപയാണ് അഡീഷണൽ വരിക. നമ്മളെന്താ 220 കോടി രൂപയോളം ഓൾറെഡി ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ 100 110 രൂപയുടെ അഡീഷണൽ കൊടുത്താൽ ഈ പ്രശ്നം തീരും ഇല്ലേ? ഒരു വർഷം 100 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 10 കോടി രൂപേൻ്റെ വ്യത്യാസം വരാനുള്ളൂ. 120 കോടി എന്ന് പറഞ്ഞാൽ 10 കോടി രൂപ ഒരു മാസം അഡീഷണൽ വരും. നമ്മൾ ഈ കേരളത്തിലെ നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിലെ PRD കൊടുത്ത പരസ്യത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ടാവും ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് PRD പരസ്യം കൊടുക്കുന്നത്? PRDയും ഈ പറയുന്ന സംസ്ഥാന സർക്കാരും എല്ലാ സംവിധാനങ്ങൾക്കും വേണ്ടി പരസ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇതിനേക്കാളും നന്നാവുന്ന ഒരു സംവിധാനം വേറെ ഉണ്ടാവില്ല.